അത് മാത്രമല്ല, ഇപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞ് അടുത്ത ഒരു ഷോപ്പിൽ നിന്ന് ഒരാൾ വിളിക്കുകയാണ്, ഹലോ ഓക്കെ പെട്ടെന്ന് എത്തണോ, ശരി, നേരെ സ്വിച്ച് ഓൺ ചെയ്ത് പെട്രോളാക്കി കാല് കൊടുത്ത് ഇപ്പം എത്തിക്കാട്ടോ. ഹലോ നമസ്കാരം. ഇന്ന് എൻ്റെ പിന്നിൽ ഒരു ചെറിയ ഒരു വണ്ടി കിടപ്പുണ്ട്, ഒരു ഇത്തിരി ബ്ലറായിട്ട്. ആ വണ്ടിയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. എന്താണ് ബൈഫ്യൂൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2 ഫ്യൂൽ എന്നല്ലെങ്കിൽ ആ ഒരു ഡ്യുവൽ ഫ്യൂൽ എന്നൊക്കെ വേണമെങ്കിൽ ലളിതമായിട്ട് പറയാം. CNGയും പെട്രോളും, അതാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ള ആ ഒരു ബൈഫ്യൂൽ. അത് ടാറ്റയുടെ ഇൻട്ര V20 ആണ്. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴം അല്ലെങ്കിൽ പാൽ അല്ലെങ്കിൽ പച്ചക്കറികളുടെ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെയൊക്കെ സഹായിക്കാൻ തക്കവണ്ണം പ്രാപ്തമായിട്ടുള്ള ലോഡിംഗ് കപ്പാസിറ്റി ഉള്ള ഈ ഒരു ട്രക്കിന് ആ ഒരു പ്രത്യേകതകളല്ലാതെ കുറച്ചധികം കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഒറ്റ ഫുൾ ടാങ്ക് ഫ്യൂവലിൽ, ഒറ്റ ഫുൾ ടാങ്ക് അല്ല, തത്വത്തിൽ 3 ടാങ്ക് ഉണ്ട്, 2 CNG ഒരു പെട്രോളും. ആ ഒരു ടാങ്കുകൾ കമ്പൈൻ ചെയ്ത് ഓടിച്ചാൽ അല്ലെങ്കിൽ ആ ഒരു ഫുള്ളായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 700 കിലോമീറ്ററോളം പോകാമെന്ന് ടാറ്റ അവകാശപ്പെടുന്ന ടാറ്റ ഇൻട്രയെ അല്ലെങ്കിൽ ഇൻട്ര V20 വിശദമായി തന്നെ പരിചയപ്പെടാം. അപ്പോൾ CNG എന്ന് പറയുന്നത് കുറച്ചും ഗ്രീനറാണ് എന്നാണ് പറയുന്നത്. അതുപോലെ പെട്രോളും. അപ്പോൾ പെട്രോളിന് ഡീസലിൻ്റെ പോലെ പൊല്യൂഷൻസ് ഇല്ലല്ലോ, അല്ലെങ്കിൽ ആ ഒരു ആഡ് ബ്ലൂ പോലുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട്. അങ്ങനെ പറയുമ്പോൾ പെട്രോളിലും CNGയിലും സെപ്പറേറ്റ് ആയിട്ട് ഓടിക്കാം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വരെ പെട്രോളിന് സപ്പോർട്ട് വേണ്ടാന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ട്രക്കാണ് ഇൻട്ര V20. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം വണ്ടി നടന്ന് കാണാമെന്ന് പറയുമ്പോൾ അതും കാര്യങ്ങളൊന്നും പറയാനില്ല. കാരണം നമ്മൾ ആ ഒരു അല്ലെങ്കിൽ ഇൻട്ര V സീരീസിലെ ബാക്കിയുള്ള വണ്ടികളൊക്കെ തന്നെ ഓടിച്ച സ്ഥിതിക്ക് കണ്ട സ്ഥിതിക്ക് ഏകദേശം രൂപമൊക്കെ സെയിം തന്നെ, പക്ഷേ ഈ ഒരു കളറൊക്കെ പുതിയതാണ്. അപ്പോൾ ഇൻട്ര V20യെ കുറിച്ച് പറയുന്നതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡിസൈനിലേക്ക് പോകുന്നതിന് മുന്നേ ഇത് ബൈഫ്യൂൽ വെഹിക്കിളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ CNGയും പെട്രോളും. അങ്ങനെ പറയുമ്പോൾ CNG ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് പെട്രോൾ ടാങ്കിന് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ 5 ലിറ്ററുള്ള ചെറിയ പെട്രോൾ ടാങ്കുമായിട്ടും അതല്ലെങ്കിൽ 35 ലിറ്ററുള്ള വലിയ പെട്രോൾ ടാങ്കുമായിട്ടാണ് ഇൻട്ര V20 വരുന്നത്. അങ്ങനെ പറയുമ്പോൾ ശരിക്കും CNG ടാങ്കിൻ്റെ കാര്യം കൂടി പറയണം. ഇപ്പോൾ കട്ട് ഓഫ് വാൽവുള്ള സേഫ്റ്റി വാൽവൊക്കെ ഉള്ള ഈ ഒരു CNG ടാങ്കിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഒരു സൈഡിൽ 35ഉം ഒരു സൈഡിൽ 45 ലിറ്റർ എന്നാണ് ശരിക്കും ബ്രോഷർ പറയുന്നത്. CNG സാധാരണ കിലോ ആണ് പറയുക, പക്ഷേ അതിനകത്ത് ആ ഒരു ലിറ്റർ കണക്കാണ്. ഇനി രൂപത്തിൽ ആ ഒരു ഇൻട്ര എന്ന് പറയുന്ന രൂപത്തിൻ്റെ അല്ലെങ്കിൽ വണ്ടികളുടെ രൂപത്തിൻ്റെ ഒരു കുഞ്ഞു രൂപം എന്ന് വേണമെങ്കിൽ ഈ ഒരു ഇൻട്ര V20 പറയാം. ഇപ്പോൾ ഫ്രണ്ടിലാണെങ്കിലും ആ ഒരു ഹെഡ് ലാമ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ആ ഗ്രില്ലാണെങ്കിലും അതല്ല ബെമ്പർ ആണെങ്കിലൊക്കെ തന്നെ ആ ഒരു ഇൻട്ര V ഫാമിലി പോലെ തന്നെയാണ്. അതുമാത്രമല്ല ഗ്ലാസും ആ ഒരു ഗ്ലാസിൻ്റെ ആ ഒരു വൈപ്പേഴ്സൊക്കെ തന്നെ ശരിക്കും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എന്നുള്ളതാണ്. ഇനി ഈ ഒരു വണ്ടിയുടെ വശങ്ങളിൽ നമുക്ക് കാര്യമായിട്ട് ഒരു മാറ്റം പറയാനുള്ളത് ആ ഒരു CNG ബാഡ്ജ് തന്നെയാണ്. അതുമാത്രമല്ല 14 ഇഞ്ചാണ് വീല്, 165 ആ ഒരു വിടുത്തുമുണ്ട്. ഇനി പിന്നിലെ ആ ഒരു ഡെക്ക് എന്ന് പറയുന്നത് 8.8 ആ ഒരു അടിയാണ്. അങ്ങനെ പറയുമ്പോൾ 1000 കിലോയോളം ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു ഇൻട്ര V20 എന്നുള്ളതാണ്. ഇനി പറയേണ്ട ഒരു കാര്യം പ്രധാനമായിട്ടും 2, അതായത് മുന്നിലും പിന്നിലും ലീഫ് സ്പ്രിംഗ് ആണ് സസ്പെൻഷൻ എന്നുള്ളതുകൊണ്ട് അത്യാവശ്യം ലോഡിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ആ ഒരു കോംപ്രമൈസൊന്നും പ്രതീക്ഷിക്കേണ്ട, നല്ല ലോഡ് എടുക്കുന്ന ഒരു കാര്യം കൂടി പറയാം. ഇനി ഈ ഒരു ഇൻട്ര V20യുടെ എൻജിൻ്റെ സ്പെക്ക് പറഞ്ഞാൽ ഇപ്പോൾ പെട്രോളിലാണെങ്കിൽ 58.8 HP 109 Nm ടോർക്കാണ് ആ ഒരു എൻജിൻ്റെ കപ്പാസിറ്റി. CNG ആണെങ്കിൽ 54.3 HP ഏകദേശം 89 Nm ടോർക്കുമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ CNG അല്ലെങ്കിൽ പെട്രോൾ കോമ്പിനേഷനുള്ള ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഓടിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. എന്നാലും ഈ ഒരു വണ്ടി കാണാൻ ക്യൂട്ടാണെന്നുള്ളത് നമുക്ക് ഈ ഒരു ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നുണ്ടാവും. ഈ ഇൻട്ര V20ക്കകത്ത് 3 സീറ്റുകൾ കാണാം. 3 സീറ്റ് എന്ന് പറയുമ്പോൾ 2 പ്രോപ്പർ സീറ്റും ഒരു കുഞ്ഞൻ സീറ്റും ഉണ്ട്. പക്ഷേ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 തന്നെയാണ്. ആ ഒരു മൂന്നാമതൊരാൾക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇരിക്കാന്നേ ഉള്ളൂ. അത് മാത്രമല്ല സ്റ്റെപ്പ് ത്രൂ ക്യാബിൻ ആയതുകൊണ്ട് നമുക്ക് അതിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. പവർ വിൻഡോ ഇല്ല, പക്ഷേ ആ ഒരു വൈൻഡർ കാണാം. കൂടാതെ ഈ ഒരു ബോട്ടിൽ ഹോൾഡറും ഉണ്ട് എന്നുള്ളതാണ്. ഡ്രൈവ് ബൈ വയർ ആണെന്നുള്ളത് ഈ ഒരു പെഡൽ കണ്ടാൽ മനസ്സിലാവും. കൂടാതെ ഈ ഒരു പെഡൽസൊക്കെ വെൽ എയ്ഡാണ്. പക്ഷേ ടിൽറ്റും റീച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഇൻട്രയിലെ ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു രൂപം തന്നെയാണ്. ഈ ഒരു കീ കണ്ടോ, ഇതാണ് ഇൻട്രയുടെ V20യുടെ കീ എന്ന് പറയുന്നത്. സാധാരണ നോർമൽ കീ ആണ്. ആദ്യം ടോക്ക് അബൌട്ട്. ഇനി ഹോണൊന്ന് അടിച്ച് കേൾപ്പിക്കാം. ഇനി ഇൻട്ര V20യുടെ ഈ ഒരു മീറ്റർ കൺസോൾ എന്ന് പറയുന്നത് ക്ലസ്റ്റർ എന്ന് പറയുന്നത് ആ ഒരു സാധാ ഡിജിറ്റൽ ആ ഒരു ക്ലസ്റ്ററാണ്. കൂടാതെ അതിനകത്തൊരു MID ഉണ്ട്. ഈ MIDയുടെ കാര്യം പറയുമ്പോൾ ഇതിനകത്ത് CNG ആണോ പെട്രോൾ ആണോ എന്നുള്ളത് CNGയുടെ ഒരു ഇൻഡിക്കേഷനിൽ മനസ്സിലാവും. കൂടാതെ ആ ഒരു ട്രിപ്പേയും ഓടോയും അല്ലെങ്കിൽ എന്താ പറയുക ക്ലോക്കും മാത്രമുള്ള ഒരു കാര്യമാണ്. 2 ഫ്യൂൽ മീറ്റർ കാണാം, ഒന്ന് CNGയും അവരൊന്ന് പെട്രോളാണ്. കൂടാതെ ടെയിൽ ലൈറ്റ്സൊക്കെ തന്നെ കാണാമെന്നുള്ളതാണ്. അപ്പോൾ CNG എന്ന് പറയുന്നത് ആ ഒരു ബട്ടൺ മാറ്റി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു CNG എന്നുള്ള ആ ഒരു ഗ്രീൻ സിഗ്നൽ മാറി പോകുന്നതാണ്. ഇനി ഇൻട്ര V20യുടെ അകത്തെ ഡാഷ്ബോർഡ് നോക്കി.
ഈ ഡാഷ്ബോർഡിൽ ആ ഒരു സ്റ്റീരിയോ വയ്ക്കാനുള്ള പ്രൊവിഷനും കബ്ബി ഹോളും അത് മാത്രമല്ല താഴെ കാണുന്ന ആ ഒരു ഗിയർ കൺസോൾ എന്ന് പറയുമ്പോൾ കൺസോൾ മൗണ്ടഡ് ഗിയർ ആണെന്ന് പറയാം. കൂടാതെ ഒരു സോക്കറ്റ് ഉണ്ട്, USB സോക്കറ്റ് ഉണ്ട്. മാത്രമല്ല ലോക്കബിൾ ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. ഈ ഒരു സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ഈ ഒരു ബ്ലാക്ക് പ്ലാസ്റ്റിക് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നി. അതായത് ഒരു ട്രക്കിൻ്റെ ഒരു കാര്യത്തിൽ. കൂടാതെ ഒരു ഹാൻഡിലുണ്ട്, ഒന്നല്ല 2 ഹാൻഡിലുണ്ട്. ആ ഒരു മിറർ കാണാം, ഒരു ലൈറ്റും ഉണ്ട് എന്നുള്ളതാണ്. AC ഇല്ല, പക്ഷേ AC ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല എയറി ഫീലിങ്ങുള്ളൊരു ക്യാബിനാണ്. 2 ഗ്ലാസ് താത്തി വെച്ച് ആ ബാക്കിലെ ചെറിയ ആ ഒരു വിൻഡോ അങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ അത്യാവശ്യം എയറൊക്കെ കിട്ടുമെന്നുള്ളത് ഗുണമായിട്ട് കാണാം. ഇനി നമുക്ക് ഈ സീറ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്യാം. ഫ്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് കൂടി വരണം. അതായത് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ അടക്കം ഒരുപാട് കാര്യങ്ങൾ വണ്ടിക്കകത്ത് കണ്ടു. അതായത് കട്ട് ഓഫ് വാൽവ് ഉണ്ട് ആ ഒരു CNG എന്ന് പറയുന്നത്, CNG ടാങ്ക് എന്ന് പറയുന്നത് സ്റ്റൈൽ ആൻഡ് സ്റ്റീലാണ്. അത് മാത്രമല്ല ലീക്കേജോ അല്ലെങ്കിൽ ആ ഒരു ഫ്യൂൽ ഡോർ ഓപ്പൺ ആണെങ്കിൽ പോലും ശരിക്കും വണ്ടി സ്റ്റാർട്ടാവില്ല എന്നുള്ള സേഫ്റ്റി കാര്യങ്ങളൊക്കെ തന്നെ ടാറ്റ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇൻട്ര V20 CNG ആണ്, പ്രോപ്പറായിട്ട് CNG ആണ്. അപ്പോൾ CNG സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പെട്രോൾ യൂസ് ചെയ്യേണ്ട ആ ഒരു അവസ്ഥ വളരെ കുറച്ചേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ടാറ്റ മോട്ടോഴ്സ് ഒരു വാർണിംഗ് ലേബൽ അടിച്ചിട്ടുണ്ട് ആ ഒരു ഡാഷ്ബോർഡിന് മുകളിൽ. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഫ്യൂവൽ CNG ആയിട്ടാണ് ഓടിക്കുന്നതെങ്കിലും പെട്രോൾ തീരുന്ന മുറയ്ക്ക് പെട്രോൾ അടിച്ചിട്ടേക്കണം, അതല്ലെങ്കിൽ ആ ഒരു എഞ്ചിൻ്റെ ഒരു ലൈഫിനെ ബാധിക്കുന്ന പറഞ്ഞ സ്റ്റിക്കർ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ലേബൽ എന്ന് പറയുന്നത്. ഇൻട്ര V20യുടെ പിന്നിൽ ആ ഒരു ലൈറ്റുകളും പാർക്കിംഗ് സെൻസേഴ്സും കാണാം. കൂടാതെ എക്സ്പോസറായിട്ട് നിൽക്കുന്ന ആ ഒരു സ്പെയർ വീലുകൾ കണ്ടോ. താഴെ നോക്കിയാൽ ആ ഒരു ലീഫ് റിങ്ങിൻ്റെ ഒരവസ്ഥ മനസ്സിലാവും. ആ കാണുന്നതാണ് പെട്രോൾ ടാങ്ക്. ഇവിടെയാണ് പെട്രോൾ ഫില്ല് ചെയ്യുന്നത്. അതിന് താഴെ വലതുവശത്തായിട്ട് ആ ഒരു CNG ഫില്ലിങ്ങിൻ്റെ ഒരു ക്യാപ്പും കാണാം. ഇടതുവശത്ത് ആ ഒരു ബാറ്ററിയൊക്കെ എക്സ്പോസ്ഡായിട്ട് കാണാം. അത് മാത്രമല്ല എൻജിനും ആ ഒരു എൻജിൻ്റെ കൂളൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ കണ്ടോളൂ. ഈ ലോക്ക് ചെയ്യാവുന്ന ഗ്ലോ ബോക്സിനകത്തേ അത്യാവശ്യത്തിന് സ്ഥലമുണ്ട്. ഒരിത്തിരി ഡീപ്പാണ്. പേപ്പറൊക്കെ വയ്ക്കാം, ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഇങ്ങനെ അതിനകത്ത് വരിക. ഡ്രൈവർ സീറ്റ് പോലെയല്ല, കോ ഡ്രൈവർ സീറ്റ് നമുക്ക് ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ V10 അല്ലെങ്കിൽ V30 V50 ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സെയിമാണ്. V20 അതുപോലെ തന്നെയാണ്, ഏകദേശം സെയിം രൂപമൊക്കെ തന്നെയാണ്, ഒരിത്തിരി ചെറുപ്പമുണ്ടെങ്കിലും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ബിസിനസ് സംരംഭങ്ങളെ ആ ഒരു ഹെൽപ്പ് ചെയ്യാൻ തക്കവണ്ണം പര്യാപ്തമായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഇൻട്ര V20ക്ക് അത്യാവശ്യം റിലവൻസ് ഉണ്ട്. അപ്പോൾ നടന്നു കാണാൻ അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം. അതായത് ആ ഒരു പെട്രോൾ എഞ്ചിൻ്റെ പെർഫോമൻസ് CNGയിലാകുമ്പോൾ എന്താണ് വ്യത്യാസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് ഓടിക്കാം. അപ്പോൾ ഫസ്റ്റ് എന്താണ് ഇതിൻ്റെ വില? ഈ വണ്ടിക്ക് ഈ ഒരു പർട്ടിക്കുലർ മോഡലിന് 8,24,000 രൂപയോളമാണ് എക്സ് ഷോറൂം പ്രൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2 പെട്രോൾ ടാങ്കിൻ്റെ ഓപ്ഷൻസ്, എഞ്ചിനല്ല ടാങ്കിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അത് മാത്രമല്ല CNG എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ ടാങ്കുകളാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഒരൊറ്റ ഫുൾ ടാങ്കിൽ ഏറെക്കുറെ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു 700 കിലോമീറ്ററോളം സഞ്ചരിക്കാമെന്നുള്ളത് ശരിക്കും വലിയൊരു ഹൈലൈറ്റാണ്. കാരണം ചെറിയ ബിസിനസ് ഓണേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഡെയിലി രാവിലെ ഡെലിവറികളുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആ ഒരു കാര്യം സാധൂകരിക്കപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടം ഫുൾ ടാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാ ടാങ്കുകളും കമ്പൈൻ ചെയ്ത് ഫുൾ ടാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ കാലത്തേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടല്ലോ. അപ്പോൾ വണ്ടിയുടെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ലാഭം തന്നെയാണ്. ഈ ലാഭത്തിൻ്റെ കൂടെ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഓടിക്കാനുള്ള സുഖം. ഇപ്പോൾ CNGയിലായതുകൊണ്ട് ആ ഒരു വയ്യായക അല്ലെങ്കിൽ എന്താ പറയുക പെട്രോൾ എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള ആ ഒരു ലാഗ് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് തോന്നും. പക്ഷേ ശരിക്കും ഒരു ഡെയിലി യൂസിൽ ഇപ്പോൾ ഡെലിവറികൾക്കാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെങ്കിലൊന്നും ആ ഒരു പ്രശ്നമില്ല. നിർത്തിയെടുത്ത് പോകുമ്പോൾ ശരിക്കും പെട്രോൾ ടു CNG എന്ന് പറയുന്ന കാര്യം, അതായത് പെട്രോളിലാക്കി സ്റ്റാർട്ട് ചെയ്തിട്ട് CNG ആക്കി ഓടിക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ നിർത്തിയെടുത്ത് പോകുന്നുണ്ട്. ഇതിന് ആ പ്രശ്നമില്ല, CNGയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഇപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞ് അടുത്ത ഒരു ഷോപ്പിൽ നിന്ന് ഒരാൾ വിളിക്കുകയാണ്, ഹലോ ഓക്കെ പെട്ടെന്ന് എത്തണോ, ശരി, നേരെ സ്വിച്ച് ഓൺ ചെയ്ത് പെട്രോളാക്കി കാല് കൊടുത്ത് ഇപ്പം എത്തിക്കാട്ടോ, ഹലോ. മൊബൈൽ ഫോൺ വണ്ടി ഓടിക്കുമ്പോൾ യൂസ് ചെയ്യാൻ പാടില്ല, അത് ഒരു കോഷനായിട്ട് പറയാം. എന്നാലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആ ഒരു പെട്രോൾ ഉപയോഗിക്കാമെന്നുള്ള കാര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ഡെയിലി യൂസിന് ലാഭത്തിനാണെങ്കിൽ CNGയിലും, അതല്ല കാല് കൊടുത്ത് പൊളിച്ച് ഓടിക്കാനാണെങ്കിൽ പെട്രോളും. ഇപ്പോൾ BSVക്ക് ഇപ്പോൾ 54.3 58 ആ ഒരു 8 BSV ആണ് വ്യത്യാസങ്ങൾ. BSV അല്ല പറയുന്നത്, HP ഹോഴ്സ് പവർ തന്നെ പറയുന്നത്. ഇതൊരു കൊമേഴ്ഷ്യൽ വെഹിക്കിളാണല്ലോ. അങ്ങനെ പറയുമ്പോൾ ശരിക്കും പെട്രോളിലും CNGയിലും ഓടിക്കാവുന്ന വണ്ടി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഓണേഴ്സിന് അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ഉടമസ്ഥന് അത്യാവശ്യം നല്ല ലാഭം ഉണ്ടായിക്കോട്ടെ. അപ്പോൾ നിങ്ങളൊരു ഒറ്റ വണ്ടി ഓണറാണെങ്കിലും 700 കിലോമീറ്റർ ആ ഒരു ടാങ്കിൽ ഓടിച്ച് കൊണ്ടുപോകാന്നുള്ളതുകൊണ്ട് ശരിക്കും ലോങ് യാത്രകളൊക്കെ അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള ആ ഒരു ഡെലിവറിയൊക്കെ എടുക്കാമെന്നുള്ളതും
ഗുണമാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇൻട്ര V20യുടെ ഒരു യൂസ് കേസ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊന്ന് ലളിതമായിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് ആറ്റിക്കുറുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയ ഡെലിവറികൾക്ക്, അതായത് 1 ടൺ വരെ വെയിറ്റ് കയറ്റാവുന്ന ഒരു വണ്ടി, ആ വണ്ടിക്ക് അത്യാവശ്യം എഫിഷ്യൻസി ഉണ്ട്, CNG ആയതുകൊണ്ട് കോസ്റ്റ് കുറച്ച് ഓടിക്കാം, അങ്ങനെയുള്ള ഗുണങ്ങൾ ഒരു കാര്യമായിട്ട് കാണാം. അത് മാത്രമല്ല, ഡ്രൈവർ പെർസ്പെക്റ്റീവിൽ ലൈറ്റ് ക്ലച്ച്, ഈസി ടു യൂസ് ആയിട്ടുള്ള സ്റ്റിയറിങ്, നല്ല വിസിബിലിറ്റി ഉള്ള ഗ്ലാസ് ഏരിയ, മിറേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഡ്രൈവർക്ക് വണ്ടി ഓടിക്കുക എന്നുള്ളതും ഒരു എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും കമ്പൈൻ ചെയ്തിട്ട് ഓണേഴ്സിന് അല്ലെങ്കിൽ ആ ഒരു മുതലാളിമാർക്ക് ലാഭം ഉണ്ടാക്കാനും ഡ്രൈവർക്ക് എഫേർട്ടിലാണ് ഓടിക്കാനും പറ്റിയ വണ്ടി എന്ന നിലയ്ക്ക് ഈ ഒരു ഇൻട്ര V20, ഈ ഒരു V20യുടെ ഈ ഒരു മോഡൽ അത്യാവശ്യം നല്ല റിലവൻ്റ് ആണ് എന്നുള്ളതാണ് ശരിക്കും ഈ ഒരു വീഡിയോയുടെ രത്ന ചുരുക്കമായിട്ട് പറയാനുള്ളത്. അതായത് ഓടിക്കാൻ രസമുള്ള, കാണാൻ ഭംഗിയുള്ള, ക്യൂട്ടായിട്ടുള്ള, എന്നാൽ അത്യാവശ്യം ലാഭം നേടിത്തരുന്ന ഒരു വണ്ടി. ഒരു കുറവ് AC മാത്രം, അത്രേ ഉള്ളൂ. അപ്പോൾ പതിപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെട്ടെന്നെ കരുതണം. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുള്ളൂ, നോട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്കും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ ഒക്കെ നമ്മൾ എന്തായാലും അറിയാലോ. അപ്പോൾ ഇൻട്ര സീരീസിൽ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ വണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ട്. V50 ഓടിച്ചിട്ടുണ്ട്, V10 ഓടിച്ചിട്ടുണ്ട്, ഇപ്പോൾ V20 ഞാൻ ഓടിച്ചു കഴിഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.